ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ റിയാദിൽ ഒരാഴ്ചയായിട്ട് സ്റ്റാർട്ട് ചെയ്ത മെട്രോ സ്റ്റേഷനിലാണുള്ളത്. മുറബയിലുള്ള പാസ്പോർട്ട് ഓഫീസ് മെട്രോ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൻ്റെ മെട്രോയുടെ ഒരു എക്സ്പ്ലോറാണ്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അകത്തോട്ട് പോകും തോറും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, നമ്മളിപ്പം മുറബയിലുള്ള ലുലുവിന് അടുത്തുള്ള ഒരു സ്റ്റേഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റേഷനിലൊക്കെ നമുക്ക് അണ്ടർഗ്രൗണ്ട് സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇത് കയറി നമുക്ക് അവിടോട്ട് താഴോട്ട് ഇറങ്ങി പോകണം. നല്ല ഇതൊരു ചെറിയ സ്റ്റേഷനാണെങ്കിൽ പോലും ഇവിടുത്തെ ഇൻറ്റീരിയർ ഫെസിലിറ്റീസൊക്കെ സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഞങ്ങൾ, അതായത് 2 ദിവസം മുമ്പ് ഇവിടെ വന്നപ്പം ഇതിനകത്ത് കയറാൻ പറ്റാത്ത തിരക്കും ബഹളങ്ങളുമായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ച അത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്ര വലിയ തിരക്ക് കാണുന്നില്ല, കുഴപ്പമില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് ഞങ്ങളിപ്പോൾ പോകുന്നേക്കുന്നത് ഏകദേശം ഒരു എത്ര മീറ്റർ കാണും താഴോട്ട്? ഒരു 10 മീറ്ററെങ്കിലും താഴോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇത് റോഡിൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ലെവലിൽ നിന്ന് നല്ല താഴോട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റേഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. അത്രയും അണ്ടർഗ്രൗണ്ട് സെറ്റപ്പാണ്. നോക്കിയാൽ എന്ത് രസമാണെന്ന് നോക്കിയാൽ, ഭയങ്കര ലുക്കിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ സ്റ്റേഷനിൽ വന്നപ്പോൾ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിനാവശ്യത്തിനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള സ്റ്റാഫും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി പുറത്തോട്ട് വരുന്നവരെ നമുക്ക് കാണാം. ആവശ്യത്തിനുള്ള തിരക്കുണ്ട്. പിന്നെ നമുക്ക് 2-3 ഓപ്ഷൻ ഉണ്ട് ടിക്കറ്റിന് വേണ്ടിയിട്ട്. ഒന്ന്, നമ്മുടെ ATM കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് ഡയറക്റ്റ് എടുക്കാം. അതായത് അത് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നുള്ളത് ഇതുപോലത്തെ ഒരു കാർഡ് നമുക്ക് മേടിക്കാം. ഇത് എന്നിട്ട് റീചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ അകത്തോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒന്ന് നമുക്ക് ഇത് ഓരോരുത്തർക്കും ഓരോന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ ഒരെണ്ണം ഇതായിരിക്കും സ്കാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നോർമൽ ATM കാർഡ്, ബാങ്കിൻ്റെ കാർഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചെയ്തിട്ട് നമ്മൾ അകത്തോട്ട് കയറാൻ പോകണേ. ഇത് പിടിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ സ്കാൻ ചെയ്യുന്നു. നമ്മുടെ ATM കാർഡാണ്. ഓക്കെ, ഞാനിവിടെ സ്കാൻ ചെയ്ത് കയറാൻ പോകണേ. നമ്മുടെ ATM കാർഡ് നോർമൽ കാർഡാണ് സ്കാൻ ചെയ്യുന്നത്. ഇത് സ്കാൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, അതപ്പം സ്കാൻ ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ആളാം വിധം സ്കാൻ ചെയ്തു. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഫ്രീ ആയിരുന്നു. 10 വയസ്സ് വരെയൊക്കെ ഫ്രീ ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ 6 വയസ്സെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ ഈ മെട്രോനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2014 ടൈമിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ്. ഓൾറെഡി അവിടെ നിന്നൊരു 10-12 മീറ്ററോളം താഴോട്ട് വന്നായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന്. ഇവിടെ നോക്കുവാണെങ്കിൽ അടുത്തൊരു താഴോട്ടുള്ള ഇറക്കമാണ്. അപ്പം തന്നെ മനസ്സിലാക്കാം എത്ര മീറ്ററോളം ആയിരിക്കും അവർ താഴോട്ട് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ അവർ എസ്കലേറ്ററിൽ കയറി താഴോട്ട് പോയി. ഞാൻ തീരുമ്പോഴും നടന്ന് ഇങ്ങോട്ട് പോന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു 20 മീറ്ററോളം താഴോട്ട് വന്നു കഴിഞ്ഞ് പിന്നെയും ഇറക്കുക. അടുത്ത അവരുടെ ആ ട്രെയിൻ വരുന്ന സ്ഥലത്തിലോട്ട് പോകണമെങ്കിൽ ഏകദേശം ഒരു 19 മീറ്ററോളം താഴോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു സംഭവം മനസ്സിലാവും. നമ്മളിപ്പോൾ താഴോട്ടൊക്കെ ഇറങ്ങിയിട്ട് സ്റ്റേഷൻ്റെ, അതായത് ട്രെയിൻ വന്ന് നിൽക്കുന്ന ഏരിയയിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മൂവ് ആകാനുള്ള ഒരെണ്ണം വന്നു. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 3 മിനിറ്റിനും 5 മിനിറ്റിനും ഇടയ്ക്ക് വരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രെയിൻ സർവീസാണിത്. മെട്രോ ട്രെയിനാണ്. ഒന്ന് ആലോചിച്ച്, ഡ്രൈവർ പോലും ഇല്ലാതാണ് ഈ സംഭവം ഓടുന്നത്. ഈ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള സ്റ്റേഷനാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എല്ലാത്തിലും. അപ്പം നമുക്ക് ഇപ്പോൾ പോകുന്നത് നമ്മൾ ബ്ലൂ ലൈനിലാണ്. ബ്ലൂ ലൈനിൽ ഇവിടുന്ന് കയറിയാൽ നമുക്ക് പോകേണ്ടത് ഏറ്റവും അറ്റത്ത് സാബ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ വരെ പോകും. അപ്പോൾ അതിനിടയ്ക്കുള്ളൊരു സ്റ്റേഷനാണ് KFD, അത് കിങ് ഫിനാൻഷ്യൽ സിറ്റിയൊക്കെ പോകുന്ന സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് കയറിയാണ് അടുത്ത സ്ഥലത്തോട്ട്, എയർപോർട്ടോട്ടൊക്കെ പോകാൻ പറ്റുന്ന സംഭവം ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് ഏതായാലും ഈ ഒരു ലൈനിൽ കയറി പോവാം. അപ്പോഴത്തെ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ വെയിറ്റിങ്ങിലാണ് എല്ലാവരും. ഇവിടെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. കാരണം ഒന്നാമത്തെ കാര്യം, ഇന്നിപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കയറാൻ വന്നിട്ട് ഇവിടെ ഭയങ്കര ഇടിയുമ്പോഴായിരുന്നു. അങ്ങനെ കയറാൻ പറ്റില്ല, കംപ്ലൈൻ്റ് ആയിട്ട് തിരിച്ചു പോയി. ട്രാക്കിൽ കൂടെ നമുക്ക് പോകാനുള്ള ഒരു ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട്.
ഇൻഫർമേഷൻ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, എങ്ങോട്ട് പോയാൽ എവിടെയൊക്കെ പോകാം, അല്ലെ ഇൻ്റർസെക്ഷൻ കാര്യങ്ങളെ എല്ലാം കൊടുത്തിട്ടുണ്ട്. റിയാദ് മെട്രോ എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രൊജക്റ്റായിട്ടാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത്. കാരണം റിയാദിൻ്റെ നല്ല രീതിയിലുള്ള ട്രാഫിക്ക് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടാണ് അവരിത് വിഭാവനം ചെയ്തത്. ഏകദേശം 2014 ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഡിസംബർ 1 തീയതിയാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ആയി കൊടുത്തത്. അതായത് ഒരു 5-6 ദിവസം മുമ്പത്തെ ഒരു സംഭവമാണ്. പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന മെട്രോ സിസ്റ്റമാണിത്. ഏകദേശം 176 കിലോമീറ്ററോളം ഉള്ള ഒരു സർവീസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിനെപ്പറ്റി വേറെന്താ പറയുന്നത്, ഇത് സർവീസ് ചെയ്യുന്നത് 176 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈനല്ല, ഒരു 6 ലൈനായിട്ട് ഇതിനെ സെപ്പറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് പല കളറുകളിലാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ബ്ലൂ, യെല്ലോ, റെഡ്, ഗ്രീൻ, ഓറഞ്ച്, പർപ്പിൾ, ഈ ഒരു 6 കളർ. അപ്പം പല ലൊക്കേഷനിലോട്ട് നമുക്ക് പോകേണ്ടത് ആ ഒരു കളറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 3 ലൈനുകളാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ബ്ലൂ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ യെല്ലോ, പിന്നെ പർപ്പിൾ. ഈ 3 കളർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞത് ഡിസംബർ 15 തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റെഡും ഗ്രീനുമാണ്. അതുകൂടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ലൈനായ ഓറഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂ ഇയറിനാണ്. 2025 ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇത് ടോട്ടലി ആവും. അപ്പോൾ റിയാദിലുള്ള എല്ലാവർക്കും എവിടെ വേണമെങ്കിലും പോകാനായിട്ടുള്ള ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിലൊക്കെ പോകാനായിട്ടൊക്കെ ഈസി ആവും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് അടുത്ത ട്രെയിനിൻ്റെ സർവീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് പോകാനുള്ള ഒരു മെട്രോ ട്രെയിനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് പോവാം. ഇതാണിത് എൻട്രൻസ് സൈഡ്. ഈ പോകുന്നു. നമുക്കിപ്പോൾ ഇത് സ്റ്റോപ്പാവും. അപ്പോൾ നമുക്ക് ഇതിൽ വരാം. നല്ല എനിക്ക് തോന്നുന്നു ഒരു 4-5 ബോഗിയുണ്ട്. ഏകദേശം 300 മുതൽ 500 വരെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളതാണ് ഇതിനകത്തൊരു കണക്ക് പറയുന്നത്. നമ്മൾ ഏറ്റവും പുറകിലല്ലേ, ഏറ്റവും പുറകിലത്തെ ബോഗിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ പോവാം. ഞങ്ങളിതേ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവമാണ്, ഫ്രഷാണ്, പുതിയൊരു സംഭവം. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ന്യൂലി സെറ്റപ്പിലായിട്ട് വെച്ചിട്ടുണ്ട്. ആൾക്കാരുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള ആളുണ്ട്. ഇവരൊക്കെ എംപ്ലോയീസ് മീൻസ് ജോലിക്ക് പോയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ട്രാഫിക് എന്ന് പറയുന്നത്. ട്രാഫിക് കുറയ്ക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമായിട്ട് നമുക്ക് മാറാം. ഞങ്ങളിത് ഇങ്ങനെ പോകുന്നു. നമ്മുടെ ബാക്ക് സൈഡാണ് ഇപ്പോൾ കാണുന്ന ട്രെയിനിൻ്റെ ഏറ്റവും ബാക്കിലത്തെ ബോഗിലാണ് ഞങ്ങളുണ്ടായിരുന്നത്. അപ്പം ബാക്കിൽ നിന്നുള്ളൊരു കാഴ്ച നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത് കേട്ടോ, അടിപൊളി. അതായത് ഡ്രൈവർ പോലും ഇല്ലാതെ പോകുന്ന പോക്ക് കണ്ടോ, നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഇവിടെ സ്പീഡ് കാണിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ചിലപ്പം കാണിക്കുന്നുണ്ടാവും. അതുപോലെ ഓരോ സ്റ്റേഷൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഏത് സ്റ്റേഷനിലാണെന്നുള്ളതുകൊണ്ട്, പക്ഷേ അറബിയിലും വരുന്നുണ്ട്, ഇംഗ്ലീഷിലും വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ. ഈ ഒരു ബ്ലൂ ലൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 38 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്. ആ 38 കിലോമീറ്ററിൽ ഏകദേശം ഒരു 14 കിലോമീറ്ററോളം അണ്ടർഗ്രൗണ്ടിലുള്ള പരിപാടിയാണ് കേട്ടോ. മൊത്തം അണ്ടർഗ്രൗണ്ടാണ് ഈ പോകുന്നതൊക്കെ. അതുകൊണ്ട് നമുക്ക് പുറത്തെ ഇപ്പോഴത്തെ കുറച്ച് കാഴ്ചകൾ കാണാനില്ല. ഇതിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് കാണാവുള്ളൂ. കുറച്ച് ദൂരമുണ്ട്, അതല്ല 38 കിലോമീറ്റർ രണ്ട് 16 കിലോമീറ്ററോളം അണ്ടർഗ്രൗണ്ടാണ്. അപ്പോൾ ഔട്ട് സൈഡ് കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഔട്ട് സൈഡ് കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മൊത്തം अंडरग्राउंड को पहली बार है जी हमारा पहली दफ़ा है, बहुत मज़ा आ रहा है, बहुत ज़बरदस्त। आप लोग काम के लिए जा रहे हैं क्या अभी? हाँ, हम अपने दोस्त को मिलने जा रहे थे। तो पहले तो बहुत ट्रैफिक में चलता था, पहले बहुत ट्रैफिक था, करीबन हमें 1 घंटा लगता था जीजिया जाने में ना, तो अल्फ्ला से। अभी तो बहुत ज़बरदस्त लग रहा है, बहुत इंजॉय कर रहे हैं माशाल्लाह, बहुत कंफर्टेबल और बहुत ही ज़बरदस्त है, एंजॉइंग अ लॉट। താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. മാർക്കറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. ആര്യതിലോട്ട് മാറി തുടക്കത്തിൽ നമ്മൾ മൊത്തം അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആയിരുന്നു. ഇനിയിപ്പോൾ സിറ്റിയൊക്കെ കണ്ട് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് പോകാൻ പറ്റും. ഇവിടുത്തെ സ്റ്റേഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലുക്കിലാണ് ആർക്കിടെക്ചർ വെച്ചേക്കുന്നത്.
ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മദീന മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെയാണ്. നമുക്ക് എല്ലാവർക്കും മലയാളികൾക്കൊക്കെ പ്രത്യേകിച്ച് അറിയാവുന്ന മദീന മാർക്കറ്റിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഇത്ര നേരം കണ്ടതിൽ പ്രത്യേകിച്ച് പെട്ടെന്നൊരു അറിവുള്ളൊരു കാഴ്ച കണ്ടു. റോഡിലെയൊക്കെ ട്രാഫിക്കുകളൊക്കെ കുറയ്ക്കാനുള്ള ഫുള്ളി ഓക്യുപ്പൈഡ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം കുറയും, നല്ലോണമൊക്കെ ട്രാഫിക് കുറയും. ഇത് നെസ്റ്റോയും ട്രെയിൻ മാളും ഒക്കെയാണ്. ഇതുവഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ദർ ബൈദർ എന്ന് പറയുന്ന ഒരു ഫൈനൽ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ബ്ലൂ ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് അതാണ്. ദർ ബൈദറും അതുപോലെ തന്നെ KFD സാബ്. വൈഫൈ ഒക്കെ അവൈലബിൾ ആണെന്നാണ് നമ്മൾ കേട്ടത്. പക്ഷേ ഇന്നിപ്പം ഞങ്ങൾ നോക്കിയിട്ട് ഇല്ല. എനിക്ക് തോന്നുന്നത് ഫുൾ സർവീസ് ആയി കഴിഞ്ഞാൽ ചിലപ്പം വരുമായിരിക്കാം. കറൻ്റ്ലി ആ ഒരു സർവീസ് നമുക്കിപ്പോൾ കിട്ടുന്നില്ല. പിന്നെ ഇതിന് ഫസ്റ്റ് ക്ലാസ് ഒരു ഏരിയ ഉണ്ട്, ചിലപ്പോൾ അതിനകത്ത് കാണും, അറിയത്തില്ല. നമ്മളിപ്പം സെക്കൻഡ് ക്ലാസ്സിലാണ് കയറിയിരിക്കുന്നത്. ഇതിലേതായാലും വൈഫൈ ഒന്നും ഇല്ല, കോമൺ ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ലേഡീസിനെന്നോ ജെൻസിനെന്നോ ഒന്നും സെപ്പറേഷൻ ഒന്നുമില്ല. അതൊക്കെ തന്നെ സൗദിയുടെ ഏറ്റവും വലിയ വളർച്ചയുടെ ഭാഗമാണ്. എല്ലാവർക്കും ഒരേപോലെ. ഏകദേശം ലാസ്റ്റ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ നമ്പർ എഴുതിയിരിക്കുന്നത് 35. 35 എന്തോ സംഭവം, കിലോമീറ്ററിന് എന്തോ ഉണ്ട് നമ്പർ എഴുതിയിട്ടുണ്ട്, നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ സ്റ്റോപ്പിൽ എന്തായാലും നമ്മൾ ഇറങ്ങണം. ഇറങ്ങിയിട്ട് തിരിച്ചു പോകാനായിട്ട് അടുത്തൊരു ട്രെയിനിൽ കയറേണ്ടി വരും. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സൂപ്പറാണ്, എല്ലാം കൊണ്ടും അടിപൊളി. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകൾ ഇനി അത് കാണാം. ഒരു മനുഷ്യനില്ലാത്തതുകൊണ്ട് ഇവിടെ കിടന്ന ഡാൻസും പാട്ടും ഭയങ്കര പരിപാടികളാണ് കേട്ടോ. എല്ലാവരും ഓടി നടക്കുന്നു, ചാടി നടക്കുന്നു. തിരക്കായി കഴിഞ്ഞാൽ നടക്കത്തില്ല. സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്കിനി ഇവിടുന്ന് തിരിച്ചാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ അന്വേഷിക്കാം നമുക്ക് എങ്ങനെയാണ് പോകേണ്ടെന്നുള്ള കാര്യത്തെപ്പറ്റി. പുറത്ത് പോകണോ അതോ ഇനി അകത്ത് തന്നെയാണോ എന്നുള്ളതിനെപ്പറ്റി. സ്റ്റേഷന് വന്നിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് എടുത്ത് നമുക്ക് ടേൺ എടുത്ത് അടുത്തൊരു തിരിച്ചു പോകാനുള്ള ട്രെയിനിൻ്റെ സൈഡിലോട്ട് പോകാം. ഇതുവഴി തന്നെ നമുക്കപ്പോൾ പുറത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ആ ഒരു പറഞ്ഞ ബൈദർ എന്ന് പറഞ്ഞ ഒരു അൽ ബൈദർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടെ നിന്ന് നമുക്ക് തിരിച്ച് സാബിലോട്ട് പോകണം. അപ്പോൾ ഇതിന് നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ കയറാൻ പറ്റും. അപ്പോൾ ഫ്രണ്ടിലെ കാഴ്ചകളും കൂടെ കാണാം. അതാണ് നമ്മുടെ പ്ലാൻ. ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നമ്മൾ സീറ്റ് പിടിക്കാനായിട്ട് ഏറ്റവും അവിടെ സിംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടും ഞങ്ങളതിൽ അത് ചാടി കയറിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല. ഞങ്ങൾ കുറച്ച് പേരൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും തന്നെ കയറുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള കയറ്റമാണ്. അപ്പോൾ എല്ലാവരും വരുന്നവർക്കൊക്കെ ഫ്രണ്ട് ഇരിക്കണം. അപ്പോൾ ഞങ്ങളോടും പറഞ്ഞു ഫാമിലി സെക്ഷനിൽ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളപ്പോൾ ഫാമിലി സെക്ഷനിൽ പോയില്ല, സിംഗിൾ സെക്ഷനിൽ തന്നെ കയറി. കാരണം ഫാമിലി ആണെങ്കിൽ ഏറ്റവും ബാക്കിലാണ്. സിംഗിൾ സെക്ഷനിലാകുമ്പോൾ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഫ്രണ്ടിലോട്ടുള്ള കാഴ്ചകളോടെ കിട്ടും. ഇതിൽ കുറച്ച് പെനാൽറ്റിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നോ ലിറ്ററിങ്, പെനാൽറ്റി 150 റിയാൽസ്. പിന്നെ ഇന്നലെ അതുപോലെ 1-2 കേസുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എമർജൻസിയിൽ വലിച്ചു കഴിഞ്ഞാൽ ചാർജ് എന്നൊക്കെ. അപ്പോൾ നമ്മളിവിടുന്ന് പോവാണ്, സാബിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗം അല്ലേ, ലോകത്തിലേക്ക് ഏറ്റവും നീളം കൂടിയ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന മെട്രോയിലാണിപ്പോൾ നമ്മളിപ്പോൾ കറങ്ങുന്നത്. അപ്പോൾ അതും ഒരു സംഭവം തന്നെ. സൗദിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനൊരു ഭാഗ്യം കിട്ടി. مرحبا ايش ما شاء الله مترو كويس، امور كويس، وتوصل بسرعه. انت تبغى تتكلم عربي كويس ولا سمسم هندي؟ والحمد لله مريح. وجينا الان من شمال الرياض الى جنوب الرياض في وقت قياسي والحمد لله. نعم والله ما نقدر نرجع. نو سبيك انجليش، نو سبيك ما شاء الله ما شاء الله. എവിടെ നിന്നാന്ന് ചോദിച്ചു. കേരള പറഞ്ഞു നമ്പർ വൺ കേരള. ആയോ അപ്പോൾ കുറേ എണ്ണം ഇംഗ്ലീഷ് അറിയാം, കുറച്ച് പേർക്ക് അറബി മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ കുറച്ച് പേരുണ്ട്. الحمد لله. كيف هذا مترو؟ مية على طول انا اروح I like it. really? انا اروح بدها I am do
Ayam go Petro, very good. Mia Petro. KFD ആ സ്റ്റേഷനിലോട്ട് പോകണം, സാബ് സ്റ്റേഷനിലോട്ട്. നമുക്ക് ഇതിനകത്ത് തിരക്ക് നോക്കി, നല്ല തിരക്കുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ കൂടെ മൂവ് ആയി കഴിഞ്ഞിട്ട് KFDയുടെ അവിടോട്ട് ചെല്ലുമ്പോൾ നല്ലൊരു ഓപ്പണിങ് സീൻ കിട്ടും. അതിനാണ് ആൾക്കാർ മൊത്തം ഫ്രണ്ടിൽ തന്നെ വീഡിയോ ഒക്കെ പിടിച്ച് എല്ലാവരും നിൽപ്പുണ്ട്. ബാക്കി നോക്ക്, കുറേ പേര് ഫോണൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഗ്ലാസ്സിലൊക്കെ പൊടിയൊക്കെ പിടിച്ചേക്കുന്നതെന്നുള്ളൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് അണ്ടർഗ്രൗണ്ട് തീരുവാണെന്ന് തോന്നുന്നു അല്ലേ. KFD എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റേഷനാണ്. അവിടെ 3 ഇൻ്റർസെക്ഷൻ ഉണ്ട്. അതായത് ബ്ലൂ ലൈന്, പിന്നെ പർപ്പിള്, യെല്ലോ. അതായത് എയർപോർട്ടിലൊക്കെ പോകേണ്ടവർക്ക് ഈ ഒരു KFD സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടാണ് അവിടുന്ന് അടുത്ത യെല്ലോ ലൈനിൽ കയറിയിട്ട് പോകണം. അപ്പോൾ അതൊരു വലിയ സ്റ്റേഷനാണ്. അപ്പോൾ ആ സ്റ്റേഷനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ മേളിലോട്ട് കയറും. يمكنكم التبديل إلى المسار بنفسجي. Next station, Carved. Please change here for കാഫ്റ്റ് എന്നാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് യെല്ലോ ലൈനുള്ള പർപ്പിൾ ലൈനിലോട്ടും ചേഞ്ച് ചെയ്യാനുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പോകേണ്ടവർക്ക് ഇവിടെ ഇതിൽ വരാം. ഈ കാഫ്റ്റിൽ വന്നിറങ്ങിയിട്ടാണ്. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് കണ്ടോ, ഭയങ്കര ലുക്കാണ് കേട്ടോ സ്റ്റേഷൻ്റെ. നമ്മളിപ്പോൾ അതിനകത്തോട്ട് പോകണു. ഭയങ്കര ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിലും സൂപ്പറായിട്ടുണ്ട്. ഇവിടെ സ്റ്റേഷനിൽ ഇപ്പം നല്ല തിരക്കും കാണുന്നുണ്ട്. KFD ഒരു മെയിൻ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള തിരക്കുമുണ്ട്. ഇനി നമ്മുടെ സ്റ്റോപ്പ് നമ്മൾ നിന്നപ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേറൊരു ഇവിടെ വന്നു. നമ്മൾ ബ്ലൂ ലൈനിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റോപ്പായ സാബ് സ്റ്റേഷനിലോട്ട് എത്തിയേക്കാണ്. അപ്പോൾ ഇവിടെ വരെയാണ് ഈ ബ്ലൂ ലൈൻ ഉള്ളത്. ഇതാണ് ഫൈനൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ. നമ്മൾ ഈ ഒരു ട്രിപ്പിൽ ഒരറ്റത്തുനിന്ന് ഇപ്പം ബ്ലൂ ലൈൻ ഏറ്റവും അറ്റം വരെ സാബ് വരെ എത്തിയിട്ടുണ്ട് ഈ ഒരു ട്രിപ്പ്. ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയിട്ട് നമ്മൾ കയറിയ മുറുബ സ്റ്റേഷനിൽ തന്നെ എത്തും. ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു സാബ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ആൾക്കാരൊക്കെ മൊത്തം ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് അടുത്ത റൂട്ടിൽ കയറി തിരിച്ചു പോകണം. നമുക്ക് ഇവിടുത്തെ സ്റ്റാഫൊക്കെ എന്നൊക്കെ എല്ലാം സൗദികളാണ്. അവരൊക്കെ പക്ഷേ ഭയങ്കര സോഷ്യലായിട്ട് ഒരു പ്രശ്നവും ഇല്ല. പഴയ ഒരു കൺസെപ്റ്റേ അല്ല, എല്ലാവരും മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി, കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഫെസിലിറ്റീസൊക്കെ ആണെങ്കിലും എല്ലാം സൂപ്പറാണ്. ചാർജസും കുറവാണ്. അപ്പോൾ ഒത്തിരി പേര് എന്താണെങ്കിലും തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. വേണ്ടിയിട്ട് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ അതേ അടുത്ത വണ്ടി റെഡിയായി തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് കയറി നമ്മൾ തിരിച്ച് നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അവിടോട്ട് പോവും. ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ആൾ കുറവാണ് ഇവിടെ. ഇത് നമ്മുടെ ഇതിനകത്തുള്ള ഡിസ്പ്ലേ ആണ്. കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഏത് സ്റ്റേഷനിലാണ്, എവിടം വരെ പോകും എന്നുള്ള സംഭവങ്ങളെല്ലാം. അത് ഇംഗ്ലീഷിലും അറബ്സിലും ആ ഒരു ഉണ്ട് സംഭവം. ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മെട്രോയിൽ പോയിട്ട്? നല്ലതാണ്. സൂപ്പറാണോ? ആഹാ, ആദ്യമായിട്ടാണ് ഇപ്പോൾ കയറിയേ? അല്ലല്ലോ, ഇപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ കൊച്ചി മെട്രോയിൽ നിന്ന് കയറി, ഓർക്കുന്നുണ്ടോ? അന്ന് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് കയറി. ഇപ്പോൾ ഓർക്കുന്ന പോലുമില്ല. ഏതായാലും റിയാദ് മെട്രോയിൽ കയറാനായിട്ട് ഇപ്പോസിനൊക്കെ ബാക്കിയുണ്ടായി. പിന്നെ ഒരുത്തൻ്റെ അപ്രകടനം തകർക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന ആയപ്പോൾ മുമ്പേ കയറിയതിനകത്തൊന്നും ഓപ്പൺ ഇല്ലായിരുന്നു ബോഗിയിൽ. ഇത് അങ്ങ് വരെ നമുക്ക് ബോഗി ഓപ്പണാണ്. അങ്ങ് വരെ ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ബോഗി കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ചിലതിന് വല്ലതും അങ്ങനെ ഉണ്ടാകാതിരിക്കാം. ഇതിൻ്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഫുള്ള് സിംഗിൾ ബോഗിയാണ്.
ഒരു ഒറ്റ മെത്തോഡറില് നമ്മളവിടെ പോയൊരു മെത്തോഡറിൽ പോയിട്ട് അത് തേന്ന് പോയി. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ട്രെയിനിലാണ്. ഇന്ന് മെട്രോ കാണാൻ പോയതാണ്. അപ്പം എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ സാമംഗളി കാക്കയും പിന്നെ നമ്മളങ്ങനെ എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതേ സ്റ്റേഷനിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ സമയം അതായത് ഏകദേശം ഒരു 11:45 ടൈമായി. അപ്പോഴും തിരക്ക് നോക്കി. ഇതെല്ലാം ആൾക്കാർ ചുമ്മാ കറങ്ങാൻ വന്നേക്കുന്നവരല്ല, എല്ലാവരും കൂടുതൽ പേരും എംപ്ലോയീസൊക്കെ ആയിരിക്കും. ഓരോ സ്ഥലത്തുനിന്ന് വർക്ക് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. ഒരു 2-3 മണിക്കൂർ എടുക്കേണ്ട സമയത്താണ് ഒരു സിമ്പിളായിട്ട് ഒരു മണിക്കൂർ മാക്സിമം കൊണ്ട് ഇത്രയും ദൂരം പോകുന്നത്. ഞങ്ങളിപ്പോൾ പോയ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ടോട്ടൽ 38 കിലോമീറ്ററാണ്. 38 കിലോമീറ്റർ എല്ലാ സ്റ്റേഷനും ഓപ്പൺ ആകുവാണെങ്കിൽ 1.25 മണിക്കൂർ എന്നാണ് അവർ എഴുതി കാണിച്ചേക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എല്ലാ സ്റ്റോപ്പും ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് ഒരു 40-45 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ 38 കിലോമീറ്റർ കവർ ചെയ്തു. അങ്ങനെ ഇതുവരെ ഇപ്പോഴത്തെ ഈ സ്റ്റേഷനിലൊക്കെ കയറിയിട്ട് ഞങ്ങളിപ്പം ഇനിയും പുറത്തോട്ട് പോവാണ്. എക്സിറ്റിൽ മാറുവാണ്. നമ്മൾ ഈ റൗണ്ട് ഫുള്ളടിച്ചിട്ട് തിരിച്ച് നമ്മൾ എവിടെയാണോ കയറിയേ അതേ ലൊക്കേഷനിൽ തന്നെ തിരിച്ചെത്തി നമുക്ക് പോവാം. ഇതിലും വഴിയാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് അതേ റൂട്ടിൽ കൂടെ തന്നെ നമുക്ക് മേളിലോട്ട് പോകണം. അപ്പം നമ്മൾ എവിടെയാണോ എൻട്രൻസ് എടുത്തത് അതേ ആ ഒരു ലൊക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സ്വൈപ്പ് ചെയ്ത് അതേ കാർഡ് വെച്ചിട്ട് സ്വൈപ്പ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് ദർബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട്. അതുവഴി നമുക്ക് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ഇന്നത്തെ മെട്രോ യാത്ര കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ജീപ്പി? അഖില എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നിപ്പോൾ ഈസയൊക്കെ കുഞ്ഞായിട്ടും ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മെട്രോയിലെ കുറേ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സ്റ്റേഷനും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്കൊരു ലൈൻ മാത്രമാണ് പോയത്, ബ്ലൂ ലൈനിൽ മാത്രം. അപ്പോൾ എൻ്റെ പ്ലാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് മൊത്തം ഒരു 85 സ്റ്റേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്, മൊത്തം ലൈൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ. അപ്പോൾ ഈ 85 സ്റ്റേഷനും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു മെട്രോ സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, റിയാദ് മെട്രോ സീരീസ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അതിന് നെയിം ഇടാം. അപ്പോൾ ഓരോ സ്റ്റേഷനിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന മെട്രോയിലെ എക്സ്പീരിയൻസ് ഒക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ അല്ലേ ജോയിഷേ? സൂപ്പർ അല്ലേ? അപ്പോൾ ഞങ്ങൾ ഒരു ലൈനാണ് പോയത്, ഫുള്ളായിട്ട് പോയി. അത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വരാം. അതുവരേക്കും എല്ലാവരും ഇതൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റും ഒക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ ബൈ.